അതെ, ആ പന്തലിടുന്നോടത്തൊന്ന് വൃത്തിയാക്കാണ്ടിട്ടാ. ഞാന് ഏതെങ്കിലും ഓർക്കസ്ട്ര ഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഫുഡിന് പുതിയ ഇടത്തിന് തന്നെ വെക്കാന്ന് അച്ഛൻ പറഞ്ഞേ. അപ്പൊ ഇന്ന് സംസാരിക്കാന്ന് പറഞ്ഞേ. അത് ഞാൻ എന്താ ഇപ്പൊ ഏട്ടനോട് പറയാം. ശരി. അച്ഛനെവിടേക്കാ പോയേ? നേരെ എത്രയായി പോയിട്ട്? അപ്പൊ പുതിയ ഇടം വരാന്ന് പറഞ്ഞല്ലേ? അതെ ഏട്ടാ, പുതിയ ഇടം വരുമ്പോഴേ അനുവേട്ടൻ പറഞ്ഞേ ബോളിയും കൂടെ വേണമെന്ന്. അനുവേട്ടന് ഭയങ്കര ഇഷ്ടത്ര പറയണട്ടാ. എടി, നമുക്ക് ഇവിടെ നോൺ വെച്ചാൽ മതിന്നേ. ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എന്തിലൊക്കെ കടിച്ചു വലിക്കാനൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഇതൊക്കെ വീട്ടിലുണ്ടാക്കണ തന്നെയല്ലേ എന്നും, ഈ പുളിശ്ശേരി അച്ചാറും സാമ്പാറും. അതെ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് സദ്യ ഉണ്ണാൻ വേണ്ടിട്ടാ. അയ്യോ, അച്ഛാ എവിടെയാണത്? അത് പുതിയിടം കിടക്കേ വേഗം വരാൻ വേഗം വരൂട്ടാ. ഇന്നൊരു കാര്യം ചെയ്യും, വിട്ടോളൂ. വരൂ, വെള്ളം കുടിച്ചിട്ട് വാ. വരൂ 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 വരൂ. നമസ്കാരം. അച്ഛനല്ലേ? ഇതപ്പം ഇങ്ങോട്ട് വരും. ഇത്ര നേരം ഉണ്ടായിരുന്നാണേ, ഇപ്പൊ പുറത്തേക്ക് പോയി. ഞാൻ പോകുന്നു, വരുമ്പോ അച്ഛനെ വിളിച്ചു. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അല്ല, വരണ്ടേ? അപ്പൊ ഞാൻ വിളിച്ചിട്ടേ ഇപ്പൊ വരണ്ട്. ബോളി അല്ല, ബോബിന് മോളി പോക്കോളൂ. ബോളിയൊക്കെ ഉണ്ടാക്കൂലേ? ബോളി വേണ്ടേ? അതൊന്നും വേണ്ട. അല്ല, അങ്ങനല്ലേ, തെക്ക് ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ഇവിടേക്ക് അത്ര സാധാരണ ഇല്ല. ഈ വേണമാവാം. അല്ല, അനുവേട്ടന് വേണം. ഇവൾക്കും അനുവേട്ടനും ഓരോന്നും ഉണ്ടാക്കി കൊടുത്തോ. നമുക്ക് ശരിക്കും പറഞ്ഞാലേ ഈ സദ്യയുടെ കൂടെ ഈ എല്ലാവർക്കും ചിലപ്പോ ഈ സദ്യ പറ്റിയെന്ന് വരില്ലേ? ഇപ്പൊ കല്യാണത്തിനൊക്കെ വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഈ കടിച്ചു വലിക്കാൻ പറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? കടിച്ചു വലിക്കാനിപ്പോ അവിയലും മുരിങ്ങക്കോലും ഉണ്ടാവും, അതിങ്ങനെ കടിച്ചു വലിക്കാം. അങ്ങനത്തെ അല്ല, പിന്നെന്താ? ചിക്കനോ അങ്ങനെ എന്തേലും, ചിക്കന്റെ എന്തേലും. എന്തേ കല്യാണത്തിനോ? എന്താ കല്യാണത്തിനപ്പോ? അല്ലാത്തപ്പോ വെട്ടി ഉണങ്ങണാണല്ലോ. കല്യാണത്തിന് സദ്യ മതിട്ടോ. അച്ഛൻ കേട്ടോ. ചോദിക്കാല്ലോ. എന്ത് ചോദിക്കണം? ചോദിക്കാനൊന്നുമില്ല. ഓ ശരി സാർ, സാർ വരുന്നേ. ഇത് കഴിഞ്ഞാലേ ആ വാഴയുടെ 4 പുറം പുല്ലൊക്കെ വെട്ടി മണ്ണിട്ടേക്കണം കേട്ടാ. നമസ്കാരം. എവിടെയായിരുന്നു? ഞാൻ പുതിയിടം വിളിക്കുമ്പോഴേ ഞാന് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതാ വരുന്നു. അതാണ്. നമ്മളിപ്പോ എത്ര ആളുണ്ടാവും? ഇതിപ്പോ ഇനി എത്ര ദിവസം ഉണ്ടാ? 20 ദിവസമുണ്ട്. 20 ദിവസമേ ഉള്ളൂ. അതെ അതെ, ക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു 3000 ആൾക്ക് സദ്യ വെച്ച ഒരു 3500 ആൾക്ക് കഴിച്ചൂടെ? 3500 നോക്കണ്ട, ഒരു 100-300 ആൾക്കൊക്കെ കഴിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യപ്പെട്ടു, 3500 പേർക്ക് സദ്യ. അപ്പൊ 300 വേറെ എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല. വിരോധമില്ല. അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഒരു 1000 പേർക്ക് ബിരിയാണി ആക്കാം, ഒരു 2500 പേർക്ക് ഇതും ആക്കാം. സദ്യ എന്താകുന്നത്? ബിരിയാണി ഒരു 1000 പേർക്ക് ബിരിയാണി ആക്കാന്ന്. ആർക്ക് വേണ്ടവർക്ക്. എന്താ നീ വിളിക്കണത്? എന്തിനാണ് ബിരിയാണി? അല്ല, ബിരിയാണി വേണ്ടവർക്ക് കഴിക്കാലോ അച്ഛാ. എന്താ ഇവനീ പറയണത്? അല്ല, ബിരിയാണി ഇപ്പൊ സാധാരണ എല്ലാവരും ഇപ്പൊ ഈ വരുന്നവരൊക്കെ അത്യാവശ്യം എന്തെങ്കിലും കടിച്ചു വലിക്കണം. നമ്മുടെ തറവാട്ടിൽ നിന്ന് ഇവരെ കല്യാണത്തിന് അത് ഉണ്ടായിട്ടുണ്ടോ? നല്ല നാടൻ സദ്യയല്ലേ ഉണ്ടാവാറുള്ളൂ. എന്റെ അനിയന്റെ കല്യാണം, അനിയത്ര കല്യാണം, നിന്റെ കല്യാണം, ആരാ സദ്യ ഒരുക്കിയത്? പുതിയടല്ലേ? അതേപോലെ 16 കൂട്ടം കറി, 3 തരം പായസം, അത് മതി. അത് ഏത് കാലത്താ? ഇപ്പൊ അങ്ങനെ അല്ലാന്ന്. ഇപ്പൊ എല്ലാവരും ഇതൊക്കെ കഴിക്കണവരാണ്. ഒരു കണക്കിന് നല്ലത് സദ്യ തന്നെയാണ്. അതെ, ഇനിയിപ്പോ ബിരിയാണി നിർബന്ധമാണെങ്കിൽ നമുക്ക് ബിരിയാണിയും വെക്കാം, വിഷമില്ല. പക്ഷെ ബിരിയാണി വെക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഒരു 10-150 പേര് കൂടുതൽ വന്നു എന്ന് വിചാരിക്കാം.
അപ്പൊ നമ്മൾ ആകെ കിടന്നൊരു വിഷമാവും. അല്ല അതല്ല അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു 1000 പേർക്ക് നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അത് കഴിയുമ്പോ കഴിഞ്ഞോട്ടെ ബാക്കി സദ്യ ഉണ്ടല്ലോ. അങ്ങനെ രണ്ടും കൂടി വേണ്ട ശീതള, നീ എന്താ ഈ പറയണത്? അല്ല വേണ്ടവർക്ക് കഴിക്കാൻ സദ്യ ആവുമ്പോ കറികളൊന്നും പെട്ടെന്ന് കഴിയില്ല. അതെ, എല്ലാ കറികളും കഴിയില്ല. എല്ലാം കഴിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിട്ട് കഴിക്കാം. സാമ്പാറൊക്കെ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിലും ഞാൻ വല്ല രസമോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് വന്നവരെ മാന്യായിട്ട് നമുക്ക് പറഞ്ഞുകൂടാ, മാന്യായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഉച്ചയ്ക്ക് കുറച്ചു പേർക്ക് സദ്യ ഒരുക്കിയിട്ട് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാവരെയും സദ്യക്കാണ് ക്ഷണിച്ചത്. അപ്പൊ ഈ വരുന്ന 3500 പേർക്കും ഒരേപോലത്തെ സദ്യ മതി. പിന്നെ വൈകുന്നേരം വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ മതി. അങ്ങനെ മതി. ബോളി തിരുവനന്തപുരത്തൊക്കെ കുറച്ച് പേര് വരും. അപ്പൊ മോളുടെ ആഗ്രഹം പോലെ ബോളി ആയിക്കോട്ടെ. മന്ത്രിമാരൊക്കെ പറഞ്ഞു. എന്റെ പാർട്ടിയിലുള്ളവരൊക്കെ ഉണ്ടാവും. പിന്നെ ചില മന്ത്രിമാരൊക്കെ വരും. പായസം 3 കൂട്ടം. ഒന്ന് പാലട, പരിപ്പ്, പഴം. നേന്ത്രപ്പഴം ആയിക്കോട്ടെ. പൂവമ്പഴല്ലേ ഉപയോഗിക്കും? അല്ല നേന്ത്രപ്പഴം നല്ലത്. അതെ. എന്നാ പിന്നെ നേന്ത്രപ്പഴാക്കാം. എന്താ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത്? നിന്നോടൊരു പണി പറഞ്ഞില്ല, അത് ചെയ്തൂടെ എനിക്ക്. ബിരിയാണിയുടെ കാര്യം പറഞ്ഞു. ബിരിയാണി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കല്യാണത്തിന്. ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ താല്പര്യമുള്ളവരുണ്ടേ. പുതിയ ട്രെൻഡാ. അതെ, സദ്യ മതി, പണിയെടുക്കട. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയെ പപ്പടം നമുക്ക് വല്യപ്പടം വേണോ അതോ ചെറിയത് മതിയോ? എന്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അല്ല പപ്പടം ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ കണക്കന്നെ. രുചി ഒന്നും തന്നെയല്ലേ? രുചി വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു 3500 ആള് അങ്ങനെ പിടിക്കാം. എന്നാ ശരി. ഓ ആയിക്കോട്ടെ, സന്തോഷം. ശരി. ചേട്ടൻ എന്താണ് നല്ലതാ, റേഞ്ചില്ല ഇവിടെ. ചാകാൻ നോക്കിയാണ് പറഞ്ഞിട്ടിരിക്കണ്ടേടാ. എനിക്കൊന്ന് ഞാൻ വിചാരിച്ചാ പറഞ്ഞിട്ട് വെറുതെ പന്നെയാണ് ചാകാൻ വേണ്ടി. രാവിലെ മുതൽ ഇത് തന്നെയാണല്ലോ. ഇത് നീ വല്ലതും വലിച്ചിട്ടുണ്ടാ? എന്ത് വലിക്കാൻ? പിന്നെ കണ്ണു മൂക്കൂല്ലാതെയാണ് വന്നിരിക്കണം. പണിക്കോ എടുത്തും വീണെന്ന്. എവിടെയാ പണി എനക്ക്? നമ്മുടെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതനില്ലേ? ഓ ശരിയാ. പുള്ളിയുടെ വീട്ടില്. പുള്ളിയുടെ മോളുടെ കല്യാണം നടക്കാൻ പോവല്ലേ? ഏത് പ്രസിഡന്റ് മോളുടെ കല്യാണമായാ? അത് ശരി. അപ്പൊ ഗംഭീരമായിരിക്കുമല്ലോ. പിന്നെ പടക്ക് പരിപാടിയാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേരച്ചേട്ടാ, നമ്മ ഈ കല്യാണത്തിനെ ബിരിയാണിയാണോ നല്ലത് അതാ സദ്യയാണ്? അതിപ്പോ ആളുകൾക്ക് തിന്നാൻ ഇഷ്ടമുള്ള ഏത് ഭക്ഷണം എന്ന് വെച്ചാൽ അത് കൊടുക്കണം. ബിരിയാണിയാണ് സ്റ്റൈൽ ഇപ്പൊ. പ്രസിഡന്റ് അവിടെ സദ്യ വേണോ അതോ ബിരിയാണി വേണോന്ന് ചർച്ചയായി. മോന് ബിരിയാണി, പ്രസിഡന്റ് സദ്യ. ഞാൻ ഇന്ന് ബിരിയാണി എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചില്ല, അവര് സദ്യയാക്കി. സദ്യയാണോ? എന്റെ അതേ അഭിപ്രായം പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ അങ്ങനെ കഴുത്തില് തുണിയൊക്കെ ഇട്ട് മറ്റേ മുറുക്കണ മറ്റേ പുള്ളി ഉണ്ടല്ലോ സദ്യ വെക്കണ. പുതിയിടം. അതന്നെ പുതിയിടം സത്യശീലിന്റെ സദ്യയാണോ? പുള്ളി അത് ബിരിയാണി ക്യാൻസൽ ആക്കിയിട്ട് സദ്യയിൽ ഉറപ്പിച്ച്. അയ്യോ, ഇയാളെന്ത് മെനകെട്ട ആളാണ്. ആ പ്രസിഡന്റും കൂടി അയാള് പറഞ്ഞ സദ്യയാണ് വിളിച്ചുകൂട്ടി ആളുകൾ മുഴുവൻ കഴിക്കേണ്ടത്. ഇതിപ്പോ എല്ലാരും പറഞ്ഞല്ലേ, ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ എന്താ പൊള്ളിയല്ലേ? എടാ ബിരിയാണി അല്ലേ നല്ലത്. പുള്ളി പറയാ ബിരിയാണി വെക്കാൻ പാടാണ്, പെട്ടെന്ന് കല്യാണത്തിന്റെ ഇടയിൽ തീർന്നു പോയാൽ എന്ത് ചെയ്യും? എന്ത് പാട്? അയാൾക്ക് അറിയാൻ പാടില്ല. 16 കൂട്ടം കറിയും പായസവും ഇത്ര ഉണ്ടാക്കണ സദ്യയാണ് പാട്, ബിരിയാണിയാണ്. അതിന്റെ തന്നെയല്ല ഈ ഇല ഇട്ടിട്ട് ചപ്പും ചവറും പുല്ലും വൈക്കോലും ഒക്കെ വിളമ്പിയിട്ട് ക്ഷണിക്കപ്പെട്ടവരോട് തിന്നാൻ പറഞ്ഞതിന് ആടും പശുവും ഒക്കെ തിന്നണ പോലെ. ഞാനെന്ത് പറയണേ, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവര് തള്ളിക്കള. എടാ അത് ജാതി വിവേചനമാണ്, വേറെ ഒന്നുമല്ല. പണ്ട് ഈ സുഗതനെയും ശീതളിനെയൊക്കെ ഉണ്ടല്ല ഈ പുതിയിടത്തിന്റെ വീട്ടുമുറ്റത്ത് കേട്ടൂലായിരുന്നു. എന്തിന് മുമ്പിൽ കൂടി വഴി നടക്കാൻ അനുവദിക്കുമായിരുന്നാ? ജാതി വിവേചനമല്ലേ? ഇപ്പൊ പുതിയിടം വെച്ച് വിളമ്പിയാലേ സുഗതം കഴിക്കുള്ളൂ. പണ്ടിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ ബിരിയാണി തിന്നണവനും മീൻ തിന്നണവനും സദ്യ കഴിക്കണവനും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടല്ലേ ഇയാള് പ്രസിഡന്റ് ആയത്. അപ്പൊ ഇയാളുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഇതിലല്ലേ ഞാനും ഒരു അഭിപ്രായം പറഞ്ഞ, എന്നിട്ട് അവര് പാടെ തള്ളിക്കളഞ്ഞതിനാ. അതിന് പണി കൊടുക്കണോ? അത് പുള്ളി ഇപ്പൊ ഇലക്ഷന്റെ പരിപാടിക്ക് ഇപ്പം മീൻകറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ ഇതിന് കല്യാണത്തിന് ഇപ്പൊ എല്ലാ കല്യാണത്തിനും. ബീഫിന് എന്താ കുഴപ്പം? ബീഫ് എന്ത് തെറ്റാ ചെയ്തത്? ഇപ്പൊ നീ ഒരു കല്യാണ ആവശ്യത്തിന് ചെന്നു, അവിടെ കുറെ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, സദ്യ ഉണ്ട്, നീ ഏത് തിന്നും? ബീഫല്ലേ കഴിക്കുള്ളൂ. ബീഫ് എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച ഒരു ഭക്ഷണമാണ്. എന്തെങ്കിലും കുഴപ്പം അതിനെണ്ടാ? പിന്നെ അത് കൊടുത്തെന്നോർത്ത് എന്താ ഇയാളുടെ മോൾക്ക് എന്ത് പറ്റും? കല്യാണം മുടങ്ങും. ഇതിനൊരു പണിയുണ്ട്, നീ ഒരു പണി ചെയ്തേ. എന്താ?
ഇത് നമ്മൾ പ്രതികരിക്കണം. ഇതങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. നീ വീഡിയോ ഒന്ന് എടുത്തേ. ഞാൻ പറഞ്ഞ വീഡിയോ ഒന്ന് എടുത്തേ. ഒളിക്കോ? നീ അത് ഇത് അനുവദിക്കാൻ പറ്റില്ല. നമ്മൾ ഈ പീഡിയറാത്തിരിക്കുമ്പേ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതന്റെ മകളുടെ കല്യാണം നടക്കുകയാണല്ലോ. ഈ വിവാഹത്തിന് പഞ്ചായത്തിലെ മുഴുവൻ നാനാജാതി മതസ്ഥരെയും അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റ് നിലപാടിന്റെ ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ വീട്ടിൽ നടക്കുന്ന മകളുടെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ, ജാതി വിഭാഗീയതയ്ക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട്? അത് പൊളിച്ച് നോക്കട്ടെ. എന്താ സംഭവം? ഇത് ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാലേ കാര്യങ്ങൾ തീരുമാനമായിക്കോളും. ആളുകൾ ഇതുമ്മ തൂങ്ങിക്കോളും. ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ? ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ പീഡിയത്തിനേൽ ഇരുന്നിട്ട് ഇതുപോലത്തെ നമ്പർ കാണിച്ചാലേ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയുള്ളൂ. അല്ലെ പ്രസിഡന്റിന്റെ കല്യാണം മാത്രം ജനം അറിയും, നമ്മൾ അറിയില്ല. ബിരിയാണിക്കെതിരെ പ്രതികരിക്കാൻ ആള് വേണം. അങ്ങാട് പറക്കട്ടെ, അങ്ങാട് വിട്ടിട്ടുണ്ട് ആണല്ലേ? ആ, ഇതുമ്മ തൂങ്ങിക്കോളും. അതെ, ഒരുത്തൻ തൂങ്ങിയതുമ്മ. ഒരു ജാതി വിവേചനം, ഭക്ഷണത്തിലെ ജാതി നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടത്തുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇറച്ചി കൊടുക്കണമെന്ന് മോനും പച്ചക്കറി കഴിച്ചാൽ മതിയെന്ന് പ്രസിഡന്റ് നിലപാടിന്റെ ഭാഗമായി പച്ചക്കറി തന്നെ നടത്താൻ പുതിയിടം സത്യശീലനെ ചുമതലപ്പെടുത്തിയിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ജാതി വിവേചനം, ഒരു ജാതിയുടെ ഭക്ഷണം മറ്റു മുഴുവൻ ആളുകളും കഴിച്ചോളണം എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിന് എതിരായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ കല്യാണം ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇതിന് ശക്തമായ താക്കീത് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായം ശരിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബാക്കിയുള്ളവർക്ക് മുഴുവൻ എത്തിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം ഇത് നോക്കണം. നീ ഏത് നേരം ഫോണിൽ നോക്കണല്ലേ? ഇതൊന്നും കണ്ടില്ലേ നീ? എന്താണ് ഇതേതവൻ? ഇവൻ ആദ്യം തൊട്ടാ വീഡിയോ ഒന്ന് നോക്ക്. കാണാതെ എന്തൊക്കെ തെമ്മാരത്തിനാ പറയണത് നോക്ക്. അവിടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കെല്ലാം പുതിയിടം സത്യശീലൻ തീരുമാനിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് സുഗതൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ വീട്ടിൽ പ്രസിഡന്റും മകനും തമ്മിൽ ഉഗ്രമായ തർക്കം നടക്കുകയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ത് ഇവനിവിടെ അവിടെ ഒക്കെ കാണാറുള്ള ഒരുത്തനാണുള്ളത്. ഇതെന്ത് ഇവനെന്താ പ്രശ്നം? അതാ ഞാൻ പറഞ്ഞു, ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണേ? ഇതെങ്ങനെ ഇവനറിയണത് ഇതൊക്കെ ഈ കാര്യങ്ങള്? ഇതിപ്പോ അന്നേട്ടും പറഞ്ഞിട്ട് അന്നേട്ട് അയച്ചെന്നോ? അവിടെ നിന്ന് വെച്ചെന്നാ? ഒന്നാമത് ഈ മറ്റേ ഇറച്ചിനും ഭക്ഷണത്തിന് തർക്കണ്ടായതൊക്കെ നീ എന്തിനാ നാട്ടുകാരോട് പറയാൻ പോയി? അച്ഛനെന്തേ പറയണേ? ഞാൻ നാട്ടുകാരുടെ പോയി പറയാൻ നിൽക്കണം. പിന്നെ അങ്ങനെ അറിഞ്ഞെന്ന് എനിക്കെങ്ങനെ അറിയുന്ന അതിനെ ഞാൻ ചോദിക്കണേ. എന്തൊരു കഷ്ടത്! ഇതിപ്പോ ഞാൻ പോയിട്ട് പറഞ്ഞാൽ മതിയായോ? വീട്ടിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയുന്നല്ലാണ്ട് ഇതൊക്കെ നാട്ടുകാരുടെ പോയി പറയോ ഞാൻ? അതെ, നീ അവനെ വിളിച്ചു പറയേ. അത് രാഷ്ട്രീയത്തിൽ എന്നോടുള്ള വൈരാഗ്യമുള്ള ആരെങ്കിലും ചെയ്താവെന്ന് പറ. ഇത് അങ്ങനെ തന്നെ. ഒന്നാമത്തെ കാര്യം, അന്ന് നമ്മൾ സംസാരിക്കുമ്പോ പിന്നെ പോയി പുതിയട ഉണ്ടായിരുന്നു. ഇനി അയാൾ എവിടെയും പോയി പറയൂ? അയാൾ പച്ചക്കറി വെക്കണതിനെതിരല്ലേ ഈ പ്രശ്നം പറയണത്. അപ്പൊ പിന്നെ അയാൾ ഇതിന് നിൽക്കുവോ? അല്ല, ഇത് എങ്ങനെ അറിഞ്ഞെന്നുള്ള ഞാൻ ചോദിക്കണത്.
കാര്യം പറഞ്ഞാൽ പ്യാരി ഉടായ്പാണെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്, വാസ്തവമുള്ള കാര്യമാണ് പ്യാരി പറഞ്ഞത്. പ്യാരിട്ട് വീഡിയോ കറക്റ്റാണ്. അതെ, അതുകൊണ്ടാ അത് എല്ലാരും കാണണത്. ഇന്നത്തെ ചെറുപ്പാരൊക്കെ ബീഫ് ഇല്ലാണ്ട് ചിക്കൻ കാലൊക്കെ ഇല്ലാണ്ട് അവരെല്ലാം കഴിക്കണം. അയാൾ ചെല്ലുന്ന വീട്ടിൽ നിന്നെല്ലാം 5 പൈസ തൊട്ട് വീട്ടുകാർക്ക് കൊടുക്കും. എന്താണ് രാഘവട്ടെ എന്താ ചർച്ച? മൊയ്തൊക്കെ പ്യാരിട്ട വീഡിയോ കണ്ടില്ലേ? ഞാൻ കണ്ടു. അവൻ പറഞ്ഞ കറക്റ്റ് കാര്യല്ലേ? അതാണ് അതിനെ കുറിച്ച് ഞങ്ങൾ പറയണോ വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടാക്കില്ലേ? എന്ത് വേണ്ടാത്തത്? ഇതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എല്ലാരും പറഞ്ഞ അപ്പ വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞ ഓൻ വരുന്ന ആളാവാൻ വേണ്ടിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടല്ലേ? അങ്ങനെ പറയല്ല മാഷേ, അതൊരു ശരിയല്ല. ഓനത് ഒരു വസ്തുതയാന്ന് ഓനാ ചൂണ്ടിക്കാട്ടി. വസ്തുതയില്ല. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾ ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ അയാൾ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് തരുന്നോ അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. വരുന്നവരുടെ സംതൃപ്തി നോക്കണ്ടേ? പ്രായോഗികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു കല്യാണത്തിന് ഒരു വീട്ടിലേക്ക് ആളെ ഒരു 10,000-3,500 ആൾക്കാർ കല്യാണത്തിന് വരും. ഈ 3,500 ആൾക്കാർക്ക് നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ സദ്യ വിളമ്പണ അതിലും വലിയ ബുദ്ധിമുട്ട്. 18 തരം കറി, ഈ പാവക്ക അരിച്ചേണ്ട കൈപ്പള്ള കറി, അങ്ങനെ ഒരു 10-18 കറി. നോൺ വെജ് കൊടുക്കാന്ന് പറഞ്ഞേ ഇപ്പൊ ചിക്കൻ ആണ് കൊടുക്കണത്. നിങ്ങൾ ചിക്കൻ കൂട്ടില്ല, നിങ്ങൾക്ക് ബീഫ് അവിടെ കിട്ടുമോ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാല്ല. പച്ചക്കറി, വെജിറ്റബിള് എല്ലാം ഉണ്ടാക്കി വെക്കുക. ആ പ്യാരിജാതന്റെ വാക്കും കേട്ടിട്ട് അതിന് വേറെ കുടി പഠിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതേട്ടന്റെ മോളെ കല്യാണ നമ്മളെ കല്യാണത്തിന് വിളിച്ച് അടച്ചിട്ട് മൂപ്പര് എന്താണോ തരുന്നത് അത് തിന്നിട്ട് ഇങ്ങോട്ട് പോരുക. അല്ലാണ്ട് അവിടെ പോയിട്ട് എനിക്ക് ചിക്കൻ വേണം, ബീഫ് വേണം, ഓന് മറ്റേത് വേണം, ഓന് താറാവർച്ചി വേണം എന്നൊന്ന് പറയാൻ മാത്രം അങ്ങനെ പറയരുത്. നമ്മുടെ പിള്ളേരൊന്നും ഇപ്പൊ ഈ ബീഫൊന്നും ഇല്ലാണ്ട് കഴിക്കല ചേട്ടാ. ഈ ചിക്കനൊക്കെ ഒന്ന് അടിച്ചു കഴിക്കണേ. അല്ലാണ്ട് അല്ലെങ്കിൽ വിളിക്കല് ഇവ പച്ചക്കറി കൂട്ടി മുരിങ്ങാക്കോല് കഴിക്കോടാ. നീ അവൻ അറിയാൻ പാടില്ല മുരിങ്ങാക്കോല് എന്താ. നിങ്ങളെ വീട്ടിലും കല്യാണം വരുന്നുണ്ട്, അവിടെ ചോദിക്കും ആൾക്കാർ. മനോഹരേട്ടാ, ഇല്ലില്ല, അതൊക്കെ കറക്റ്റ് സമയത്ത് നടക്കും. എന്തിനാ കല്യാണം മാറ്റി വെക്കണേ? അല്ല, അതിപ്പോ ഈ പറയണോന്നതൊന്നും അറിയണ്ടല്ലോ നമ്മുടെ വിഷമങ്ങളൊന്നും. ഇത് പെൺകുട്ടിയുടെ കല്യാണം. അതെ, ഓക്കെ. കല്യാണം മാറ്റി വെക്കണ്ടോന്നൊക്കെ ആൾക്കാർക്ക് അതിന്റെ മുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, രാഷ്ട്രീയ നേതാവല്ലേ, എന്താ അവര് മനുഷ്യരല്ലേ, അവർക്ക് മക്കളുണ്ടാവില്ലേ? ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടും ഭക്ഷണമൊന്നും ഇവർക്ക് അറിയണ്ടല്ലോ. ഇത് ഏത് ഒരുത്തൻ എന്തോ ചെയ്തതിന് എന്തിനു നമ്മളിങ്ങനെ കിടന്നതാവണേ? എടാ, ഒരുത്തൻ അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞാൽ അത് കേട്ടിട്ട് അതിനെ ന്യായീകരിച്ച് കുറെ എണ്ണം പിന്നാലെ നടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈവ് നമ്മൾ വിടുക നല്ലത്. ഞാൻ വീഡിയോ എടുത്തരാം, അച്ഛന്ന് പറയൂ, ഞാൻ എടുത്തോളാം. എന്നാ നീ എന്റെ കൂടെ എന്നാ നീ ഞാൻ എടുക്കാം. ഞങ്ങള് ഇതിലെടുക്കട്ടെ ചേട്ടാ? എന്നാ അതിലെടുത്തു. നമുക്ക് പറയാനുള്ളത് എന്നെ പറഞ്ഞു. എടുക്കട്ടെ? എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, എന്റെ സഹോദരി മണ്ടോദരിയുടെ വിവാഹ സദ്യയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടില് ഒരു തീരുമാനം എടുക്കുന്നത് അച്ഛനാണ്. അച്ഛന്റെ അവസാന തീരുമാനം എന്താണോ അതിനോട് യോജിച്ച പോലാണ് ഞങ്ങൾ സാധാരണ പതിവ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും പുതിയിടം സത്യശീലനാണ് വിഭവങ്ങൾ ഒരുക്കാറുള്ളത്. എൻ്റെ മോളുടെ കല്യാണത്തിന് വരുന്നവർക്ക് നല്ലൊരു സദ്യ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിന് നല്ലൊരു പാചകക്കാരനെ കണ്ടെത്തി. അല്ലാതെ അയാളുടെ ജാതി മതമൊന്നും ഞങ്ങൾ നോക്കിയില്ല. അനാവശ്യമായിട്ട് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ കുട്ടിയുടെ ജീവിതം പാഴാക്കരുത്. ഞങ്ങളുടെ കുടുംബം ഞങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ് ഈ വിവാദങ്ങളൊക്കെ പടച്ചുവിടുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ ആരും വിവാഹത്തിന് വരാതിരിക്കരുത്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ തിരിച്ചറിയണം. ഒരു സദ്യയിൽ പോലും ഇങ്ങനെ വേർതിരിവ് കണ്ട് വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. ശരിക്കും പറഞ്ഞാല് അവരൊക്കെ ശരിക്കും ചാണകം മുക്കിയ ചൂലോണ്ട് അടിക്കേണ്ടതാണ്. അത്ര സങ്കടമുണ്ട് ഞങ്ങക്ക്. അപ്പൊ എല്ലാവരും കല്യാണത്തിന് വരണം. എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ വക കാര്യങ്ങളിൽ വരെ ഇങ്ങനെ ജാതി മതം പറയണവനൊക്കെ വെച്ചിരിക്കാൻ പാടില്ല. നമസ്കാരം. നമസ്കാരം. ഇരിക്കാം. എന്താ ഈ വഴിക്ക് ലിസ്റ്റൊക്കെ തന്നതാണല്ലോ?
ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാണ്. അതായത് ഇപ്പൊ നാട്ടിലുണ്ടായിട്ടുള്ള കോലാഹലങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. അതിപ്പോ ഒരുത്തൻ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു വരുത്തിയെന്നല്ലാണ്ട്. ഞാൻ ഇപ്പൊ വന്നത് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിയാണ്. എന്തിന്? അല്ല, അത് ശരിയാവില്ല എന്നൊരു തോന്നല്. അയ്യോ, സത്യം പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ പേടിയായി തുടങ്ങി. വേറെ ആരെങ്കിലും വെച്ചിട്ട് അത് നടത്തിക്കോളൂ. അതിന് എനിക്ക് കുഴപ്പമില്ലെന്നേ. ഞാനൊരു കാര്യം തീരുമാനിച്ചല്ലേ, അത് അങ്ങനെ തന്നെ മതി. അത് പുതിയടം തന്നെ മതി. അതിനൊന്നും മതി എന്നല്ല, അതേ വേണ്ടു. അല്ല, എന്താ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും ഒരു സംഗതി ഏറ്റെടുത്ത് ചെയ്യുമ്പോ അത് പൂർണ്ണ സന്തോഷത്തോടെയും മനസ്സർപ്പിച്ചുമാണ് ചെയ്യണത്. അതെല്ലോ ഞങ്ങൾക്ക് അറിയാലോ. അതെ, അതിപ്പോ ഇങ്ങനെ ഒരു ഇതൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി അത് ശരിയാവില്ല. അല്ല ഞങ്ങളപ്പോ അല്ല, ഇനി ഞാനത് വീണ്ടും വെച്ചാലൊന്നും അത് നന്നാവില്ല. അതുകൊണ്ടാണ്. വേറെ ഒന്നും തോന്നരുത്, ഒന്നുമില്ല. അപ്പൊ എന്നാ ശരി കേട്ടോ പ്രസിഡന്റെ. നീ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് അതിന് പറ്റിയ നല്ലൊരാളെ നമുക്ക് കണ്ടെത്തിയാ പോരെ. അത് കിട്ടും, അത് നോക്കാം നമുക്ക്. എന്നിട്ട് അയാളെ കുറിച്ച് ഇതുപോലെ ഓരോ പരാതി പറഞ്ഞാലോ? അതൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് വെക്കാം. എന്താ ഈ പറയണ? ഇത്ര ആൾക്കാർക്കോ? കൈസഹായത്തിന് ബംഗാളികളെ വിളിക്കടാ. ഞാൻ തീരുമാനിച്ചു, നമ്മൾ വെക്കും. അച്ഛൻ പറഞ്ഞു ശരിയാ, നമുക്ക് വെക്കാം. നമ്മൾ ക്ഷണിച്ച ആൾക്കാരല്ലേ, നമുക്കും കുറെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. പഴയ കാലത്ത് എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അസലായിട്ട് വെക്കാം.